വിനോടാ എന്നാ ഭ്രാന്താണ് ഈ കാണിക്കുന്നത്? ഇതൊക്കെ നാണാവില്ലേ? ഇത് ഓണപരിപാടിക്ക് സ്റ്റേജ് കിട്ടിയിട്ടേക്കണല്ല, റെയിൽവേ സ്റ്റേഷനാണ്. ആൾക്കാർ ഓർക്കും നിനക്ക് പ്രാന്താണ് ഇവിടെ ഇതൊക്കെ കാണിക്കുമ്പോ. എനിക്ക് ഭ്രാന്താടാ, എനിക്ക് ഭ്രാന്താടാ, എനിക്ക് ഭ്രാന്താടാ. അത് നമ്മൾ തമ്മിൽ അറിഞ്ഞാ പോരെ, നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? എടാ മാലിന്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. മാലിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭ്രാന്താണ്. ഓടാ പൊട്ട അവിടുന്ന്. മാലിന്യം നല്ല പറഞ്ഞത്. മാലിനി എന്റെ മാനൂട്ടി, നിനക്കറിയാലോ, അവൾ എന്റെ കളിക്കൂട്ടുകാരിയാണ്. 25 വർഷം നീണ്ട 25 വർഷത്തെ കാത്തിരിപ്പാണ്. അയ്യോ നാട്ടുകാരെ ഓടി വരണേ, എന്റെ കടകത്തെ ചേർന്ന് ഓടി വരണേ എന്നൂടെ പറയടാ. എടാ മിന്നൽ മുരളി കളിക്കാതെ നീ കാര്യം പറ. മിന്നൽ മുരളി കളിച്ചല്ല, നീണ്ട 25 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എന്റെ കളിക്കൂട്ടുകാരി മാലിനി ഇന്ന് എന്നെ കാണാൻ ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തുകയാണ്. നിന്റെ അയ്യോ തോന്നലാടാ ഇതൊക്കെ. 25 വർഷത്തിന് ശേഷം ഡൽഹിയിൽ നിന്ന് നിന്നെ കാണാൻ പറ്റും. സത്യം, എനിക്ക് വിശ്വാസം വരുന്നില്ലത്. 25 വർഷമായിട്ട് യാതൊരു കോണ്ടാക്ടും ഇല്ലാതെ എവിടാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ രോമാഞ്ചത്തിൽ നിന്നാണ് ഇവിടെ നമ്പർ എനിക്ക് കിട്ടിയത്. രോമാഞ്ചത്തിൽ നിന്ന് നമ്പർ കിട്ടുമോ? അതെങ്ങനെ കിട്ടും? ഈ രോമാഞ്ചു നിനക്കറിയത്തില്ലേ? രോമാഞ്ചു എന്ന് പറയുന്നത് ഞങ്ങൾ ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയാണ്. രോമാഞ്ചം സ്കൂൾ കൂട്ടായ്മക്ക് ഇടാൻ പറ്റിയ രോമാഞ്ചം. അത് നമ്മൾ ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ രോമാഞ്ചം ഉണ്ടാകത്തില്ലേ? അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇതിന് ഗ്രൂപ്പിന് രോമാഞ്ചം എന്ന് പേരിട്ടത്. എന്തായാലും അതിനകത്തുനിന്നാണ് ഞാൻ നമ്പർ പൊക്കി. പിന്നീട് ഞങ്ങൾ പേഴ്സണൽ ചാറ്റ് തുടങ്ങി. അങ്ങനെ എന്തായാലും എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര കെയറിംഗ് ആണ് അവർക്ക്. നിന്റെ തോന്നലാക്കാം. നിനക്ക് അതങ്ങനെ നിന്റെ ഈ പ്രായത്തിനാണ്, 10-40 വയസ്സായില്ലേ? നീ ഇങ്ങോട്ട് വന്ന് നീ എന്തിനാ അവിടെ പോകുന്നത്? എനിക്കത് വിശ്വാസം മനസ്സിലത്. നിനക്ക് വിശ്വാസം ഇല്ല? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സംഗതി കേൾപ്പിച്ചു തരാം. എന്ത്? അവള് എനിക്ക് അയച്ചു തന്ന മെസ്സേജാണ്, വോയിസ് മെസ്സേജ്. നീ ഒന്ന് കേട്ടു നോക്കി. വാട്സപ്പിലോ? ഒരു മിനിറ്റ്. ബിനൂട്ടാ? ഏത് ബിനൂട്ടാ? ബിനൂട്ടാ? എന്നെ അവള് ബിനൂട്ടാന്നാ വിളിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ബിനൂന്ന് തികച്ചു വിളിക്കാൻ തോന്നുന്നില്ല. നിന്നെ ബിനൂട്ടാണ് വിളിക്കുന്നത്. ഞാൻ അവളെ മാനൂട്ടി എന്ന് വിളിക്കുന്നത്. എന്താ മാനൂട്ടി? ബിനൂട്ടനും മാനൂട്ടിയും. ബിനൂട്ടനെ കുറെ നാളായി കണ്ണടച്ചാലും തുറന്നാലും നീ മാത്രം എന്റെ മുന്നില്. അതെന്താടാ അങ്ങനെ? അതേ, ഒറ്റപ്പെട്ടു പോയിന്ന് കരുതണ്ട കേട്ടോ. ഇനി ഞാനുണ്ടാവും നിനക്ക് കൂട്ടായി. നിന്റെ ഫ്യൂച്ചർ എന്റെ കയ്യിൽ ഭദ്രമാണ്. ഓക്കെ അല്ലേ? ബിനൂട്ടിന്റെ പഴയ മാനൂട്ടിയായി പറയണേട്ടോ. ബൈ, ഗുഡ് നൈറ്റ്. എങ്ങനെയുണ്ട്? എനിക്ക് വിശ്വാസമായി. ഇതൊരു റിയൽ പ്രണയമാണിത്. ഒരു കാര്യം ഞാൻ പറഞ്ഞ, ഇവിടെ വന്നോടനെ റെയിൽവേ സ്റ്റേഷനിൽ വീട്ടിലേക്ക് പോകാൻ നിൽക്കണ്ട. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാരണവന്മാരും അമ്മമാരും അച്ഛന്മാരൊക്കെ പറയും നാളെ ചേരൂല, ജാതകം നോക്കണമെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും രീതിയിൽ കല്യാണം മുടക്കും. വന്ന ഉടനെ റെയിൽവേ സ്റ്റേഷൻ വെച്ച് കല്യാണം നടത്തിക്കും. ഒന്ന് വൈറലായി തിരിച്ചു. നീ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? ഞാൻ വെറും മണ്ടനാന്നോ? നോക്കിയേ, എന്താ വന്ന കഴിഞ്ഞ ഉടൻ തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ മാലയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അതിന് ഒരു മാല പോരെ, 2 മാല വേണ്ടേ? ഇത് തന്നെ സംഘടിപ്പിക്കാൻ പെട്ട പാട് എനിക്കറിയാം. ചെറുക്കനും പെണ്ണിനും 2 മാല വേണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, ഒരു മാല ഞാൻ മേടിച്ചോണ്ട് വന്നോളാം. പിന്നെ വേറെ കാര്യം അറിയാവോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേര് വരെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് കേട്ടോ? കിങ്ങിണിക്കുട്ടൻ. കിങ്ങിണിക്കുട്ടൻ. ആൺകുട്ടിയാണെങ്കിൽ കിങ്ങിണിക്കുട്ടൻ, പെൺകുട്ടിയാണെങ്കിലോ? അത് ഞാൻ പേരിട്ടില്ല, ആൺകുട്ടിയാണ് ഞങ്ങൾ. കിങ്ങിണിക്കുട്ടിന്ന് വിളിയാ. കിങ്ങിണിക്കുട്ടി. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ മാല മേടിച്ചോണ്ട് വരാം. മാല മേടിച്ചോ? ട്രെയിൻ വന്നേ. പെട്ടെന്ന് പറഞ്ഞേ. മീനൂട്ടി. മാനൂട്ടി. മാനൂട്ടി, ഇത്ര കാലമായല്ലടാ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? 25 വർഷം. ഇത്ര പെട്ടെന്നല്ലേ നമ്മുടെ 25 വർഷം പോയത്? അതെ. എത്ര പെട്ടെന്ന് 25 വർഷം പോയെന്നോ? എടി, ഞാൻ 2 പേരെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയിരുന്നെങ്കിൽ ഇരട്ട ജീവപര്യന്തം കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ റിലീസായേനെ. എത്ര പെട്ടെന്നാ പോയെന്ന്. അതെ, എന്താ ബിനൂട്ട ഇത്ര നാളും കല്യാണം കഴിക്കാതിരുന്നേ? അറിയാല്ല, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം? എന്തായാലും ഞാനിപ്പോ ഇങ്ങ എത്തിയില്ലേ, ഇനി അടുത്തെന്താ പ്ലാൻ? കല്യാണം. തിടുക്കായി തുടങ്ങിയല്ലേ? മാനൂട്ടി, എന്തോ
കാണാതിരിക്കാൻ വേണ്ടിട്ട് എന്റെ കണ്ണിൽ എന്താ കുരുവാണ്. ആ പഴയ തമാശ ഇതുവരെ വിട്ടിട്ടില്ല അല്ലേ മാനുട്ടി? ശരി, ഇനി നമുക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കാം. സീരിയസ്, ഐ ആം വെരി സീരിയസ്. ഓക്കെ, എന്തായാലും കല്യാണം കഴിക്കുമല്ലോ. കഴിക്കണമല്ലോ. അപ്പൊ കുട്ടികൾ ഉണ്ടാവുമല്ലോ. ഉണ്ടാവണമല്ലോ. അപ്പോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്യൂച്ചർ പ്ലാനുകളാണ് നമ്മൾ ഇനി പ്ലാൻ ചെയ്യേണ്ടത്. അല്ല, ഇതിനെല്ലാം മാനുട്ടി എന്റെ കൂടെ നിൽക്കുമല്ലോ അല്ലേ? ഉണ്ടാവണമല്ലോ, കൂടെ ഉണ്ടാവുമല്ലോ. പിന്നെ വേറൊരു കാര്യം പറയട്ടോ. പറഞ്ഞു. ഇതേപോലെ വേറെ ആരേലും വന്ന് ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിലേ എന്നെ വിട്ടിട്ട് അവരെ കൂടെ പോവോ? ഞാൻ അങ്ങനെ ചെയ്യുവോ? എന്റെ മാനുട്ടി വിട്ട് ഞാൻ എങ്ങും പോത്തില്ല. ഇത് സത്യം. എന്നെ ചതിക്കില്ലല്ലോ? ഒരിക്കലുമില്ല. സത്യം സത്യം സത്യം. ഞാൻ ഇവനോട് മാല വാങ്ങാൻ പോയി. എന്റെ കൂട്ടുകാരനാണ്. കൂട്ടുകാരനാണോ? ഒട്ടും താമസിക്കണ്ട. മറ്റു പലയിടത്തില്ല. 11:10 നേത്രാവധി പോയി. അപ്പൊ രാഹുകാലം കഴിഞ്ഞു. ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് കല്യാണം അങ്ങ് നടത്താം. അപ്പൊ കെട്ടിമേളം വേണ്ടേ? ഈ കെട്ടിമേളം ട്രെയിനിന്റെ ശബ്ദം ഉണ്ടല്ലോ. ആ സാധനത്തിന് അങ്ങിട്ടാ ഒരു കാര്യം ചെയ്യ്. മാല എവിടെ കൊടുക്കേ? മാനുട്ടിയുടെ മാല കൊടുക്കേ. എന്ത് ചെയ്യും മാലയൊക്കെ? നമ്മുടെ കല്യാണം ആരെ? എന്റെ കഴുത്തിലിട്. പെണ്ണുങ്ങളാണ് ആദ്യം മാല ഇടുന്നത്. ഇവിടെ വെച്ച് എന്നെ കല്യാണം കഴിച്ചാൽ പെട്ടെന്ന് വൈറലാകും. അതുകൊണ്ട് ആരുടെ കല്യാണത്തിന്റെ കാര്യം പറയണേ? നമ്മുടെ കല്യാണം മാനുട്ടി. നമ്മുടെ കല്യാണം? അതിന് ഞാൻ വേറെ കല്യാണം കഴിച്ചല്ലോ. വേറെ കല്യാണം കഴിച്ചു? ആ, എന്റെ ഭർത്താവ് കുഞ്ഞല്ലേ ദേ വരുന്നേ. എന്നിട്ട് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്ത്? അപ്പൊ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? അയ്യോ, ഞാൻ എങ്ങനെ ചോദിച്ചു? എന്റെ പൊന്നടാ. അല്ല, മാനൂട്ടി. എന്താ വിളിച്ചേ? മാനൂട്ടി, അങ്ങനെ ഞാൻ അവളെ വിളിക്കുന്നത്. നീ എന്നോട് പറഞ്ഞു ഞാൻ മാത്രമേ നിന്നെ മാനുട്ടി എന്ന് വിളിക്കാറുള്ളൂ. ഇപ്പൊ പുള്ളിയും വിളിക്കുന്നു. എന്താ പേര്? കിങ്ങിണിക്കുട്ടൻ. കിങ്ങിണിക്കുട്ടൻ. എന്റെ തിരക്കഥ മറ്റൊരുത്തൻ സിനിമയാക്കിയല്ലോ ഭഗവാനെ. പപ്പാ, ഈ അപ്പാപ്പന്റെ പേര് എന്തോന്നാ? അതെ, അത് അമ്മയുടെ കൂട്ടുകാരനാ. എന്താടാ? അമ്മയ്ക്ക് അങ്ങനെ തന്നെ വേണം. പറയില്ല. ആ കുരുന്ന് ന്യൂറ്റൻ വരെ എന്നെ ട്രോളി തുടങ്ങിയല്ലോടെ. എന്തായാലും ഇത് മോശമായി കേട്ടോ. ഇയാൾ പറഞ്ഞോ? ഹലോ മിസ്റ്റർ. അല്ല, ഒരു മിസ്റ്ററും പറഞ്ഞ 25 വർഷം പ്രേമിച്ചിട്ട് ഇങ്ങനെ കാണിക്കണത് മോശമായി പോയി. ഹലോ മിസ്റ്റർ. മിസ്റ്റർ അല്ല, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചാറ്റിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾ അറിയണം. ഈ ചാറ്റിംഗ് ഒക്കെ ഞാനും കേട്ടിട്ടുണ്ടെന്നേ. ഞാനും കണ്ടിട്ടുണ്ട് ഇവരെന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് അയച്ചെന്ന്. നിങ്ങൾ കേൾക്കണം. നിങ്ങൾ പറഞ്ഞത് കല്യാണം കഴിഞ്ഞാൽ കിട്ടുന്ന സമ്പാദ്യത്തിന്റെ പകുതി മാറ്റി വെക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു. എന്താ മനുഷ്യ, നിങ്ങളിതെല്ലാം തെറ്റിദ്ധരിച്ചാണ്. മക്കളുണ്ടാകുമ്പോ മക്കൾക്ക് വേണ്ടി ഒരു വിഹിതം മാറ്റി വെക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു. പറഞ്ഞു. എന്നിട്ടാണ് എന്നെ ഇപ്പൊ ഈ ചതിച്ചത്. അതെന്താ പറഞ്ഞ കാരണം നിങ്ങൾ അറിയും. അതാദ്യം മനസ്സിലാക്ക്. എന്താ പറഞ്ഞത്? ഇവള് നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളെ പ്രേമിക്കായിരുന്നില്ല. ഇവളൊരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റ് ആണ്. അപ്പൊ ആ കമ്പനിയുടെ പോളിസികളും പ്ലാനുകളുമാണ് അവൾ ഈ വാട്സാപ്പിലൂടെ ചാറ്റിക്കൊണ്ടിരുന്നത്. മനസ്സിലായോ? അതായത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ ചോദിച്ചു, അപ്പൊ എന്ത്? വേറെ ആരെങ്കിലും വന്ന് വിളിച്ചാൽ എന്നെ ഇട്ടിട്ട് പോകരുത്, എന്നെ ചതിക്കരുത് എന്നൊക്കെ പറയണം. ഞാൻ ഇവിടെ നിന്ന് കേട്ടതാ. സത്യം ചോദിച്ചോ? അയ്യോ, അതല്ലാന്ന്. വേറൊരു ഏജന്റ് വന്ന് ഇതേപോലെ പോളിസിയെ കുറിച്ച് എന്തെങ്കിലും പറയുവാണെങ്കിൽ എന്റെ പോളിസി കളഞ്ഞിട്ട് അവരെ അടുത്ത് പോയി പോളിസി എടുക്കരുതെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അതെ വിനോട്ടാ. എന്താ ഊട്ടാന്ന്? ഇവിടെ ഒരു ഊട്ടയില്ല. നീ പോ. വിനോട്ടാടാ, എടാ ഒരു പോളിസി എടുത്താൽ എന്റെ ടാർഗറ്റ് ഓക്കെ ആവുള്ളടാ. അതിന് വേണ്ടിട്ടാടാ ഞാൻ എന്റെ ഹസ്ബൻഡും കുഞ്ഞിനെയും കൂട്ടി ഡൽഹിയിൽ നിന്ന് ഇവിടം വരെ എത്തിയത്. അപ്പൊ ഇവക്ക് ഞാൻ വെറും ടാർഗറ്റ് അത് മാത്രമായിരുന്നു അല്ലേ? മനസ്സിലായി. പാടാ, നമുക്ക് പോവാം. അല്ല, പുള്ളിക്ക് വിഷമമായി തോന്നുന്നു. ഹലോ മിസ്റ്റർ, എന്താ വരൂ. അതായത് ഇവള് വർക്ക് ചെയ്യുന്ന ഈ ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞൊരു പഴയ ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പൊ അവിടെയുള്ള ഈ പ്ലാനുകളും പോളിസികളും ഒക്കെ പഴഞ്ചനാണ്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനി പുതിയതാ. നല്ല ഉഗ്രം പോളിസികളും ഉഗ്രം പ്ലാനുകളാ. 2 പോളിസി എങ്ങനെ എടുത്താലോ? പ്രേമം പൊളിഞ്ഞു പാളിസായി നിൽക്കുന്നവന്റെ പോളിസിയാടാ ഇത്.